ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഗതിവിധി 1, गढ़ पढ़े और प्रश्नों के उत्तर दे. रामू का घर सुसवा नदी के पास था. उसने रास्ते में एक बिल्ली देखी. रामू को देखकर बिल्ली उसके पास आई. वह बिल्ली को लेकर घर आया. वे दोनों दोस्त बन गए. रामू ने उसका नाम मिन्नू रखा. एक दिन मिन्नू बगीचे में अन्य बिल्लियों के साथ खेल रही थी. उसे वहां एक चूहा मिला. मिन्नू उसे पकड़कर घर में घुस गई. रामू की मां को गुस्सा आया और उसे भाग दिया. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? സുസ നദിക്കടുത്തായിരുന്നു രാമുവിൻ്റെ വീട്. അവൻ അവിടെ ഒരു പൂച്ചയെ കണ്ടു. രാമുവിനെ കണ്ടതും പൂച്ച അടുത്തേക്ക് വന്നു. അവൻ പൂച്ചയുമായി വീട്ടിലെത്തി. ഇരുവരും സുഹൃത്തുക്കളായി. രാമു അവൾക്ക് മിന്നു എന്ന് പേരിട്ടു. ഒരു ദിവസം മിന്നു പൂന്തോട്ടത്തിൽ വച്ച് പൂച്ചകളോടൊപ്പം കളിക്കുകയായിരുന്നു. അവൻ അവിടെ ഒരു എലിയെ കണ്ടു. മിന്നു അവനെ പിടിച്ച് വീട്ടിലേക്ക് കയറി. രാമുവിൻ്റെ അമ്മ ദേഷ്യപ്പെട്ടു അവനെ ഓടിച്ചു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. രാമു കാ ഘർ കഹാം ദാ? രാമുവിൻ്റെ വീട് എവിടെയാണ്? ഗംഗാ നദി കെ പാസ്, സുസ്വ നദി കെ പാസ്, യമുന നദി കെ പാസ്. ഏതായിരിക്കും മക്കളെ? സുസ്വ നദി കെ പാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമു കോ രാസ്തേ മീം കോൻ മിൽ ഗയി? വഴിയിൽ വെച്ച് രാമുവിന് ആരെയാണ് കിട്ടിയത്? ദോസ്ത്, ലടുക്കി, മോർനി, ബില്ലി. അപ്പോൾ ഏതായിരിക്കും മക്കളെ? ബില്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമുവിനെ ബില്ലി കാ നാം ക്യാ രഖ? രാമു പൂച്ചയ്ക്ക് എന്തു പേരിട്ടു? മോട്ടു, ചിന്നു, മിന്നു, ഗോലു. ഏതാ മക്കളെ? മിന്നു അല്ലേ. അടുത്തത്. ബഗീച്ചെ മെൻ കോൻ മില? പൂന്തോട്ടത്തിൽ മില്ലു ആരെയാണ് കണ്ടത്? ലോട്ട, നേവില, മട്ക, ചൂഹ. ഏതാ മക്കളെ? ചൂഹ അല്ലേ. അടുത്തത്. രാമു കി മാംകോ ക്യാ ഗുസ്സ ആയ? എന്തുകൊണ്ടാണ് രാമുവിൻ്റെ അമ്മ ദേഷ്യപ്പെട്ടത്? ബില്ലിനെ ദൂത് പിയ. ബില്ലി ചൂഹ പക്കഡ്കർ ആയി. ബില്ലിനെ മച്ചലി ഗായി. ബില്ലിനെ ഫർഷ് ഗന്ത കിയ. അപ്പം എന്തായിരിക്കും മക്കളെ? ബില്ലി ചൂഹ പക്കഡ്കർ ആയി. നെക്സ്റ്റ് ഗതിവിധി 2, കവിത പഠിക്കർ നീച്ചെ ദിയെ ഗായെ പ്രശ്നയ്ക്ക് ഉത്തർ ദേ. കവിത വായിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. പാനി സേ ഹി ഫസ്ലെ ഉക്തി ഹർബൻ ഉബ്ബൻ ഫൽത്ത. പാനി സേ ഹി ഇസ് ബസുദ പർ സബ്കാ ജീവൻ ചൽത്ത. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പാനി സേ ക്യാ ഉക്തി ഹേ? ബസുദ ഉപ്വൻ ജീവൻ ഫസലെ. ഏതായിരിക്കും മക്കളെ? ഫസലെ അല്ലേ. പാനി സേ ഹി ഫസ്ലെ ഉക്തി. അടുത്തത്. പാനി സേ ഹി ജീവൻ ഹേ. ഇസ് ആശയ് പർ ഏക് പോസ്റ്റർ തയ്യാർ കരെ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം. ജൽ ജീവൻ കാ ആധാർ ഹേ. പാനി നെഹി തോ ഹം നെഹി. ജൽ അമൂല്യ ഹേ. നെക്സ്റ്റ്. ഗതിവിധി 3, ദോ സന്ദരെ കഹാനി കെ ആധാർ പർ വാർത്താലാപ് കി പൂർത്തി കരെ. സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്. സന്ദര 1. അപ്പോൾ എന്തായിരിക്കും സന്ദര പറഞ്ഞിട്ടുണ്ടാവില്ലേ? ബാലു കെ ഹാത്തോ സേ ഹം ബച്ച് ഗയേ. അപ്പോൾ രണ്ടാമത്തെ സന്ദരയോ? ഹാ ഹാ ബച്ച് ഗയേ. അടുത്തത് സന്ദര 1. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഹാ മുझे जोर से पकड़ा. സന്ദര 2, ദർദ് ഹുआ क्या? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിത്നെ സന്ദരേ ഹേ? ഗിൻകർ ലിഗേ. എത്ര സന്ദരയുണ്ട്? എണ്ണി നോക്കുക. 1, 2, 3, 4, 5 അല്ലേ. 5 സന്ദരെ. അടുത്തത്. गतिविधि 4, चित्रों को पहचाने और उचित शब्द
ചുൻകർ ലിഖെ. ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായ വാക്കുകൾ എഴുതുക. ആദ്യത്തെ ചിത്രം നോക്കിയ മക്കളെ, കൊതുകല്ലേ. കൊതുകിന് എന്താ പറയുക? മച്ചർ. അടുത്തത് കുളക്കോഴി അല്ലേ. കുളക്കോഴിക്ക് എന്താ പറയുക? ജൽ മുർഗി. അടുത്തത് മരത്തിന് എന്താ പറയുക? പേട്. അടുത്തത് പൂച്ചക്ക് എന്താ പറയാ? ബിലൗട്ട. അടുത്തത് കരടിക്ക് എന്താ മക്കളെ പറയാ? ബാലു. അടുത്തത് ഗതിവിധി 5. ചിത്ര के आधार पर कहानी के क्रमबद्ध करें. ചിത്രം നോക്കി ആ കഥ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഫസ്റ്റ്, ബാലു സന്തരേക്ക് ഫേക് ദേത്താ ഹേ. ബാലു സന്തരെ എറിയുന്നു. അടുത്തത് ദോനോ സന്തരെ ഗൂബ് ഹസ്തേ ഹേ. 2 ഓറഞ്ചുകളും ചിരിക്കുന്നു. അടുത്തത് ബാലു ആത്താ ഹേ. ബാലു കരടി വരുന്നു അല്ലേ. അടുത്തത് ബാലു കി ആക്കോ മേം സന്തരേക്ക് രസ് ചലാ ജാത്താ ഹേ. കരടിയുടെ കണ്ണിൽ ഓറഞ്ചിന്റെ വെള്ളമായി അല്ലേ. അടുത്തത് ബാലു സന്തരേ കോ ഉഡാത്താ ഹേ. ബാലു ഓറഞ്ച് എടുക്കുന്നു അല്ലേ. ആദ്യത്തെ ചിത്രം നോക്കിയ മക്കളെ, എന്താ എഴുതും അവിടെ? ബാലു ആത്താ ഹേ. ബാലു വരുന്നു അല്ലേ. അടുത്തതോ? ബാലു സന്തരേ കോ ഉഡാത്താ ഹേ. ബാലു സന്തരെ ഓറഞ്ച് എടുക്കുന്നു. അടുത്തത് ബാലു കി ആക്കോ മേം സന്തരേ കാ രസ് ചലാ ജാത്താ ഹേ. ബാലുവിൻ്റെ കണ്ണിൽ ഓറഞ്ചിന്റെ വെള്ളം ആകുന്നു അല്ലേ. അടുത്തത് ബാലു സന്തരേ കോ ഫേക് ദേത്താ ഹേ. ബാലു ഓറഞ്ച് എറിയുന്നു. അടുത്തത് ദോനോ സന്തരെ ഗൂബ് ഹസ്തേ ഹേ. 2 ഓറഞ്ചുകളും ചിരിക്കുന്നു അല്ലേ. ഒരുപാട് ചിരിക്കുന്നു. അടുത്തത് ഗതിവിധി ചിത് പഹ്ചാൻ കർ നീचे ഉചിത് ശബ്ദ ലിഖെ. ചിത്രം നോക്കിയിട്ട് അതിൻ്റെ നേർക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ആദ്യത്തെ എന്താ മക്കളെ? മീനല്ലേ. മീൻ എന്താ പറയുക? മച്ചലി. അടുത്തത് ആമക്ക് എന്താ പറയുക? കച്ചുവ. അടുത്തത് ആനക്ക് എന്താ മക്കളെ പറയുക? ഹാത്തി അല്ലേ. അടുത്തത് മേഘത്തിന് എന്താ പറയുക? ബാദൽ. അടുത്തത് സൂര്യൻ എന്താ പറയുക? സൂരജ്. അപ്പോൾ നമ്മൾ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആയ ഹിന്ദീൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇന്ന് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.